ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ചെസ് ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 കൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനും എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നതാണ്. ഈ രണ്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻസ് ആയ ടോപ്പിക്സാണ് ഇൻട്രൊഡക്ഷൻ ടു കമ്മ്യൂണിക്കേഷൻ എന്ന ചാപ്റ്ററിൽ. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. അപ്പോൾ 3 കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഇതിൽ നമുക്ക് 3 വെറൈറ്റീസിനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടിലാണ്. അതായത് അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആ പാഠത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നത് നമുക്ക് നോക്കാം. Aristotle is the first model of communication and it was proposed before 300 BC. Most widely accepted among all communication models. It is more focused on public speaking. അപ്പോൾ അരിസ്റ്റോട്ടിലാണ് ആദ്യത്തെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ. പിന്നെ അരിസ്റ്റോട്ടിൽ ഫോക്കസ് ചെയ്തേക്കുന്നത് മെയിനായിട്ടും പബ്ലിക് സ്പീക്കിങ്ങിനാണ്. ഓക്കെ, അതാണ് അരിസ്റ്റോട്ടിലിൻ്റെ ഇൻട്രൊഡക്ഷൻ എന്നതുപോലെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന എലമെൻറ്റ്സ്, ഓരോ വെറൈറ്റീസും ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതായത് കോൺസെപ്റ്റാണ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അരിസ്റ്റോട്ടിൽ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മോഡൽ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതാണ് അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ടും സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, എഫക്റ്റ്, അതിനിടയിൽ നമുക്ക് ഒക്കേഷൻ, അങ്ങനെ 5 തരത്തിലാണ് നമ്മൾ അരിസ്റ്റോട്ടിലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനെ തരം തിരിച്ചിരിക്കുന്നത്. അരിസ്റ്റോട്ടിൽ മോഡൽ ഈസ് മെയിൻലി ഫോക്കസ്ഡ് ഓൺ സ്പീക്കർ ആൻഡ് സ്പീച്ച്. It can be broadly divided into 5 primary elements: speaker, speech, occasion, audience and effect. The Aristotle's communication model is a speaker-centered model as the speaker has the most important role in and it only one active. It is the speaker's role of deliver a speech to the audience. The role of the audience is passive, influenced by the speech. This make the communication process one way from a speaker to receiver. ഓക്കെ, അപ്പോൾ നമ്മളതിലത്തെ ഒരു തോട്ടാണ് വായിച്ചത്. അത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മെയിനായിട്ട് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അരിസ്റ്റോട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് എന്തിട്ടാണ്? സ്പീക്കർ എന്ന എലമെൻറ്റിലാണ് അരിസ്റ്റോട്ടിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ 5 എലമെൻറ്റ്സ് നമ്മൾക്ക് അരിസ്റ്റോട്ടിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ 5 എലമെൻറ്റ്സിലും ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുമായ ഒരു എലമെൻറ്റ് എന്ന രീതിയിൽ നമ്മൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? സ്പീക്കർ. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സെൻറ്റർ എന്ന് പറഞ്ഞ് പഠിച്ചു. ആ ഒരു ആളെയാണ് നമ്മൾ അരിസ്റ്റോട്ടിൽ സ്പീക്കർ എന്നതിൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്പീക്കറിനാണ് നമ്മുടെ അരിസ്റ്റോട്ടിൽ ഇമ്പോർട്ടൻസ് നൽകുന്നത്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന ആശയങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുക. അത് ഒരു വ്യക്തിയോ ഒരു സമൂഹമോ എന്തോ ആയിക്കോട്ടെ മറ്റൊരു ആൾക്കാരിലേക്ക് സന്ദേശം എത്തിക്കാം. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ നമ്മൾ അറിഞ്ഞില്ല. അതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഘടകമായിട്ടാണ് അരിസ്റ്റോട്ടിൽ സ്പീക്കർ, അതായത് സന്ദേശവാഹകൻ എന്ന ആളെ കാണുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് ആരാ? സ്പീക്കറാണ്. അതായത് നമ്മുടെ സ്പീക്കർ പറയുന്നൊരു കാര്യം ഇൻഫ്ലുവൻസ് ആവണം, ഓഡിയൻസിന് ഇൻഫ്ലുവൻസ് ആണ്. അരിസ്റ്റോട്ടിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് പബ്ലിക് ഓഡിയൻസിനെയാണ്. നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞു, പബ്ലിക് ഓഡിയൻസിനെയാണ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അരിസ്റ്റോട്ടിൽ. അതായത് സ്പീക്കർ പറയുന്നൊരു കാര്യം എഫക്റ്റീവായിട്ട് നമുക്ക് റിസീവറിന് അതേപോലെ റിസീവ് ചെയ്ത് അതിനൊരു ഫീഡ്ബാക്ക്, എഫക്റ്റീവ് ഫീഡ്ബാക്ക് തരാനായിട്ട് സാധിക്കണം കമ്മ്യൂണിക്കേഷനിൽ. അതാണല്ലോ കമ്മ്യൂണിക്കേഷൻ്റെ സക്സസ് എന്ന് പറയുന്നത്. അതായത് ഒരാളൊരു കാര്യം പറയുന്നത് അതേ രീതിയിൽ തന്നെ
മറ്റൊരാളിലേക്ക് എത്തി അതിന് ആ ഒരു സ്പീക്കർ എന്ന് പറയുന്ന ആൾ ചിലപ്പോൾ എന്താണ് ചോദ്യങ്ങളായിരിക്കാം, ഉത്തരങ്ങൾ വേണ്ടിയിട്ടായിരിക്കാം, എന്തെങ്കിലും മോട്ടിവേഷണൽ ടോക്സ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ അതിനൊരു കൃത്യമായൊരു ഫീഡ്ബാക്ക് കിട്ടണം. ഒരു എഫക്റ്റീവ് ഫീഡ്ബാക്ക് കിട്ടിയാൽ മാത്രമാണ് ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് സക്സസ് ആവുകയുള്ളൂ. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റാണ് അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ ഓക്കെ, അതിൽ സ്പീക്കർ സ്പീച്ച് ഓഡിയൻസ് എഫക്റ്റ് കൂടാണ്ട് അതിൻ്റെ ഇടയിൽ സ്പീച്ചിൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിൽ വരുന്നൊരു സംഭവമാണ് ഒക്കേഷൻ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഇതിലുള്ളത്. ഒക്കേഷൻ എന്ന് വെച്ചാൽ നമുക്കറിയാം വേദി. അതായത് ഇതിനൊരു പൊതുവായിട്ടുള്ളൊരു വേദി വേണം. അതായത് ചിലപ്പോൾ നമുക്ക് ഇലക്ട്രിക്കൽ മീഡിയ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പോട്ടായിരിക്കാം, ഒരു സ്റ്റേജിലോ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഡിസ്കഷനോ ആയിരുന്നു, എന്തും ആയിക്കോട്ടെ, ടെലിഫോണിക് കോൺവെർസേഷൻ എന്തും ആയിക്കോട്ടെ, ഒരു ഒക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഓക്കെ, അത്രയ്ക്ക് ഘടകങ്ങളാണ് അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. അതായത് സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, എഫക്റ്റ്. ഒരു സ്പീക്കർ മാത്രം ഉണ്ടായാൽ പോരാ, നമുക്ക് ആ ഒരു ഇതിന് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആണെങ്കിൽ ഒരു ഓഡിയൻസ്, പർട്ടിക്കുലർ ഓഡിയൻസ് വേണം. ഓക്കെ, അതാണ് അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ടും പറയുന്നത്. അരിസ്റ്റോട്ടിൽ ഫോക്കസ് ചെയ്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ ഒരു സ്ഥാനം കൊടുക്കുന്നത് സ്പീക്കർ എന്നൊരു എലമെൻറ്റിനാണ്. ഓക്കെ, ഇതാണ് അരിസ്റ്റോട്ടലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മറ്റേ അരിസ്റ്റോട്ടലിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഫാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീക്കർ, സ്പീച്ച്, ഒക്കേഷൻ, ഓഡിയൻസ്, എഫക്റ്റ്. ഓക്കെ, ഇനി അടുത്തൊരു കോൺസെപ്റ്റാണ്, അടുത്തൊരു റൈറ്ററാണ് ലാസ്വെൽ ഫോർമുലാസ് മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ലാസ്വെല്ലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷനിലെ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഗ്രാഫിൽ കാണുന്നത്. അതിൽ 5W എന്നാണ് നമ്മൾ ലാസ്വെൽ ഫോർമുലേനെ പറയുന്നത്, ഓൺലൈൻ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത് ഹൂ. അതായത് ഹൂ എന്ന് പറയുന്നത് സെൻറ്റർ എന്ന് നമുക്ക് ബ്രാക്കറ്റിൽ കാണാം. അപ്പോൾ തന്നെ അടുത്തത് സെയ്സ് വാട്ട്, അത് മെസ്സേജും, ചാനൽ, മീഡിയം എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ടു ഹൂം, റിസീവർ, വിത്ത് വാട്ട് എഫക്റ്റ്. ഓക്കെ, ഈ ആ ഒരു 5 വേർഡ്സാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിന് 5W എന്ന ഫോർമാറ്റിൽ ലാസ്വെൽ മോഡൽ അറിയപ്പെടുന്നത്. നമുക്ക് അതിനെ ഓരോന്നിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇതിൽ കാണിക്കുന്നത് ഹൂ എന്ന് പറയുന്നത് ആര്, അതായത് നമ്മളെല്ലാ കമ്മ്യൂണിക്കേഷനിലും പറയുന്ന പോലെ തന്നെ സെൻറ്റർ, ആരാണോ മെസ്സേജ് അയക്കുന്നത്, ഒരു വ്യക്തി ആയിക്കോട്ടെ, 2 വ്യക്തിയായിട്ട്, ഗ്രൂപ്പ് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ആ ഒരു മെസ്സേജ് ആരാണോ അയക്കുന്നത്, ആരിൽ നിന്നാണോ ആ ഒരു ഐഡിയ ജനറേറ്റ് ചെയ്യുന്നത്, ഉത്ഭവിക്കുന്നത്, ആ ഒരാളെ പറയുന്നതാണ് സെൻറ്റർ. അത് ലാസ്വെല്ലിൻ്റെ ഫോർമാറ്റിൽ ഹൂ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അടുത്തത് സെയ്സ് വാട്ട്, അതായത് മെസ്സേജ്, അതായത് ആ ആൾ എന്തു കാര്യമാണ് പറഞ്ഞത്, ആ എന്ത് കാര്യമാണ് ആ ആൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കാര്യമാണ് മെസ്സേജ് എന്ന് പറയുന്നത്. അതാണ് അവിടുത്തെ സ്പീച്ച്. ഓക്കെ, ആ കാര്യം, അതിനെയാണ് സെയ്സ് വാട്ട്, മെസ്സേജ്. അടുത്തെന്ന് പറയുന്നത് ഈ ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതിനൊരു മീഡിയേറ്റർ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. മീഡിയേറ്റർ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ ഒരു കോൺസെപ്റ്റിൽ പറയുന്നതാണ് ചാനൽ എന്ന പേരിൽ. മീഡിയേറ്റർ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് നമ്മൾ പറയാം, നമ്മളിപ്പോൾ ഒരാളെ ഫോൺ ചെയ്യുന്നു, അവർ ഫോൺ ചെയ്യുമ്പോൾ അതിലൊരു മീഡിയേറ്റർ എന്ന് പറയുന്നത് എന്താണ്, ഫോണാണ്. അതുപോലെ നമ്മൾ ലെറ്റർ എഴുതി ഒരാൾക്ക് അയക്കുമ്പോൾ അതിലൊരു മീഡിയേറ്റർ എന്ന് പറയുന്നത് പോസ്റ്റ്മാൻ. ആ ഒരു മീഡിയേറ്റർ എന്നതിനെയാണ് ചാനൽ എന്നതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ ഒരു ഇതിലുള്ള ടേമിലുള്ള ഒരു നെയിമാണ് ചാനൽ. എന്താണോ നമ്മൾ അവിടെ മീഡിയേറ്ററായിട്ട് ഉപയോഗിക്കുന്നത്, അതായത് സെൻറ്ററിനും റിസീവറിനും ഇടയിൽ ആ മെസ്സേജ് എത്തിക്കുന്നത് എന്താണോ ആ ഒരു
ടേമിനെ പറയുന്നതാണ് ചാനൽ എന്നുള്ളത്. അപ്പോൾ ചാനൽ എന്നത് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി ടു ഹൂം, അതായത് റിസീവർ, ആരിലേക്കാണ് ആ ഒരു മെസ്സേജ് എത്തുന്നത് ആ ആളെ പറയുന്ന പേരാണ് റിസീവർ. ആ റിസീവറിനെ ഒരു ക്വസ്റ്റ്യൻ്റെ രൂപത്തിലാണ് ടു ഹൂം എന്ന പേരിലിട്ടിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത് വിത്ത് വാട്ട് എഫക്റ്റ്. വിത്ത് വാട്ട് എഫക്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? ഫീഡ്ബാക്ക്. അതായത് ഒരു മെസ്സേജ്, ഒരാൾ ഒരു മെസ്സേജ് ഒരു മീഡിയം ഉപയോഗിച്ച് മറ്റൊരാളിലേക്ക് എത്തി. ഒരാളായിക്കോട്ടെ രണ്ടാളായിക്കോട്ടെ, നമ്മൾ പറയുന്നു ഒന്ന് അതിലധികമോ വ്യക്തിയിലായിരിക്കും സെൻറ്ററായിട്ട് ഉണ്ടാവുക. അത് ഒരാളാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ആ ഒരാൾ പറയുന്ന മെസ്സേജ് ആ ഒരു രീതിയിൽ, ആ ഒരു എഫക്റ്റിൽ നമുക്ക് റിസീവറിലേക്ക് എത്തിക്കാനും റിസീവർ അതിലുള്ളൊരു ഫീഡ്ബാക്ക് നൽകണം. എന്നാലാണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ എൻഡിങ് ആവുള്ളൂ. ഓക്കെ, അത് എഫക്റ്റീവ്ലി, അത് വിത്ത് വാട്ട് എഫക്റ്റ്, എത്രത്തോളം അത് എഫക്റ്റീവ്ലി എത്തുന്നു, അതിനെയാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നമ്മളൊരാളോട് ഒരു കാര്യം സംസാരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്നും മറുപടി കിട്ടണം. അതിനാണല്ലോ നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എന്ത് മറുപടിയാണ് ലഭിക്കുന്നത്, അതിൻ്റെ ഫീഡ്ബാക്ക്, ആ ഒരു ഇതിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലാസ്വെല്ലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്, 5W എന്ന ഫോർമാറ്റാണ്. അതായത് ലാസ്വെൽ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ ഈ 5 ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരം കിട്ടിയാലാണ് അതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവൂ എന്നതാണ് ലാസ്വെല്ലിൻ്റെ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഫോർമാറ്റ്. ഓക്കെ, this comprehensive description of communication in question format is famously known as Lasswell formula of communication. Given below this graphic representation of Lasswell formula, which include 5 elements of communication: a communicator, അതായത് സെൻഡർ, മെസ്സേജ്, മീഡിയം, റിസീവർ ആൻഡ് എഫക്റ്റ്. ഓക്കെ, ഇതാണ് ലാസ്വെൽ ഫോർമുല ഓഫ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്. ഈ ഗ്രാഫിൽ ഒരു ലാസ്വെൽ കമ്മ്യൂണിക്കേഷൻ്റെ മോഡലിൻ്റെ പിക്കാണ് കാണുന്നത്. ഇനി മൂന്നാമത്തെ റൈറ്ററായ ഡേവിറ്റോസിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജോസഫ് എ ഡേവിറ്റോ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അപ്പോൾ ജോസഫ് ഡേവിറ്റോ എന്ന് പറയുന്ന ഒരു ഫേമസ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻ സ്കോളറാണ്. ഓക്കെ, ഡേവിറ്റോസിൻ്റെ ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഈ ഗ്രാഫിൽ കാണാൻ സാധിക്കും, ഇത്രയും നേരമുള്ളതിനേക്കാൾ ഒരു പുതിയൊരു എലമെൻറ്റ് ഇതിൽ കൂടിച്ചേർത്തിട്ടുണ്ട്. നോയ്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ് നമുക്കിതിൽ കാണാൻ സാധിക്കും. അപ്പോൾ അദ്ദേഹം മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് നോയ്സ് എന്ന് പറഞ്ഞൊരു സംഭവത്തെയാണ്. അതായത് സെൻഡർ, മെസ്സേജ്, ചാനൽ, റിസീവർ, ഫീഡ്ബാക്ക് കൂടാണ്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന് തടസ്സം നൽകുന്ന ഒരു ഒന്നാണ് നോയ്സ് എന്ന് പറഞ്ഞൊരു എലമെൻറ്റ്. ഓക്കെ, അതായത് ഡേവിറ്റോസിൻ്റെ ഡെഫിനേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ സാധിക്കുന്നത് നമുക്കൊന്ന് വായിക്കാം. എറ്റ് അനദർ മോഡേൺ കമ്മ്യൂണിക്കേഷൻ സ്കോളർ ഹു പ്രൊവൈഡഡ് എ വെൽ അക്സെപ്റ്റഡ് ഡെഫിനേഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഈസ് ജോസഫ് എ ഡേവിറ്റോ, ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റലൈസേഷൻ ഓഫ് അരിസ്റ്റോട്ടിൽ ആൻഡ് ദി ക്വസ്റ്റ്യൻ ഫോർമുല ഓഫ് ലാസ്വെൽ. ഡേവിറ്റോ ഡിഫൈൻഡ് കമ്മ്യൂണിക്കേഷൻ ആസ്, ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനാണ്. ഓക്കെ, വായിക്കാം. ദേ ആക്ട് ബൈ വൺ ഓർ മോർ പേഴ്സൺസ് ഓഫ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജ് ഡിസോർട്ടഡ് ബൈ നോയ്സ് വിത്തിൻ എ കോണ്ടെക്സ്റ്റ് വിത്ത് സം ഓപ്പർച്യൂണിറ്റി ഫോർ ഫീഡ്ബാക്ക്. ഓക്കെ, അതാണ് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടുള്ള definition. DeVito's definition is considered to have wide-ranging signification since it includes the elements of like context, feedback and noise or communication barrier. അതായത് കമ്മ്യൂണിക്കേഷൻ ബാരിയർ, കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാക്കുന്ന എലമെൻസും ഉണ്ട് ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൽ. അതായത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന കാര്യം അതേപോലെ തന്നെ റിസീവറിലേക്ക് എത്തണമെന്നില്ല.
ഓക്കെ, അതായത് സെൻഡർ വിചാരിക്കുന്നതായിരിക്കില്ല ചിലപ്പോൾ മെസ്സേജ് റിസീവറിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം ഡീകോഡിങ് ചെയ്ത് തിരിച്ചയക്കുന്നത്. ഓക്കെ, അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതായത് എൻകോഡർ, ഡീകോഡർ എന്നിങ്ങനെ പുതിയ കുറച്ച് ടേംസ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതായത് ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ സോഴ്സ് എൻകോഡ് ചെയ്യുന്ന ഒരു മെസ്സേജ് ചിലപ്പോൾ പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റ്, അതാണ് സന്ദർഭം, പലതരത്തിലുള്ള സാഹചര്യങ്ങൾ കൊണ്ട് റിസീവറിലേക്ക് എത്തുന്നത് അതേ ഒരു മീനിങ്ങിലായിരിക്കില്ല. അപ്പോൾ അത് എന്ത് സംഭവിക്കും, റിസീവർ തിരിച്ച് അത് നമ്മളിലേക്ക് സെൻഡറിലേക്ക് അയക്കുന്ന ഫീഡ്ബാക്കിൽ വ്യത്യാസം വരും. ഓക്കെ, അതൊക്കെ കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാക്കും. അതായത് മറ്റു രണ്ട് റൈറ്റേഴ്സ് കമ്മ്യൂണിക്കേഷന് തടസ്സമുണ്ടാകുന്നതിനെ കുറിച്ചിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. അതായത് അവർ പറഞ്ഞ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്തൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ എഫക്റ്റീവായിട്ട് നടക്കാമെന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റേ ജോസഫ് ഡിവിറ്റോ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന പ്രോസസ്സിൽ കറക്റ്റായിട്ട് ആ ഒരു ടൈമിൽ നടക്കില്ല. അതിൽ ഒരുപാട് ബാരിയേഴ്സ്, കമ്മ്യൂണിക്കേഷന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരിക്കും. അതായത് സെൻഡർ വിചാരിക്കുന്ന അതേ രീതിയിൽ തന്നെ റിസീവറിലേക്ക് ആ ഒരു മെസ്സേജ് എത്തിക്കൊള്ളണമെന്നില്ല. അതിന് നോയ്സ്, ഒരുപാട് ഡിസ്റ്റർബൻസ് ആയ കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതായത് ചിലപ്പോൾ മീഡിയം, ആ ഒരു ചാനൽ ഡിസ്റ്റർബൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ വരുന്ന എന്തെങ്കിലും ആശയ പ്രശ്നമായിരിക്കാം, എന്തോ ആയിക്കോട്ടെ. അത് പലതരത്തിലുള്ള ബാരിയേഴ്സ് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടായിരിക്കും. അങ്ങനെ ബാരിയേഴ്സ് വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻഡർ എന്താണോ എൻകോഡിങ് ചെയ്യാനായിട്ട് ശ്രമിച്ചത് റിസീവറിലേക്ക് ആ ഒരു ഫീഡ്ബാക്ക് തിരിച്ച് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൽ വരുന്ന മെയിനായിട്ടുള്ള ഘടകങ്ങൾ എന്ന് പറയുന്നത് നോയ്സും കോണ്ടെക്സ്റ്റും. അപ്പോൾ ഈ ഡിവിറ്റോസ് മറ്റു രണ്ട് റൈറ്റേഴ്സിനേക്കാളോ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിൻ്റെ എലമെൻറ്റ്സ് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഇതാണ് 3 വെറൈറ്റീസിൻ്റെ ഡിഫറെൻറ്റ് തരത്തിലുള്ള കൺസെപ്റ്റ്, കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറെൻറ്റ് തരത്തിലുള്ള കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത അരിസ്റ്റോട്ടിലിൻ്റെ സ്പീക്കർ, സ്പീച്ച്, ഓഡിയൻസ്, ഫീഡ്ബാക്ക്. ലാസ്വെൽ എന്ന് പറയുമ്പോൾ 5W, അതായത് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ എന്താണോ അതാണ് ഒരു കമ്മ്യൂണിക്കേഷൻ എന്നാണ് ലാസ്വെൽ ഫോർമുലാറ്റിൽ പറയുന്നത്. ഡിവിറ്റോസിലേക്ക് എത്തിയപ്പോൾ അതിന് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ്, അതായത് കൂടുതൽ എലമെൻറ്റ്സ് ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് 3 വെറൈറ്റീസിൻ്റെ കോൺസെപ്റ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇത്ര തന്നെയാണ് ഇതിൽ നമ്മൾ +1 ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. ഇനി നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റിൽ തന്നെയുള്ള എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന ഒരു ടേമാണ്. അപ്പോൾ പക്ഷേ നമുക്ക് ഇത് വീഡിയോ ഇത്തിരി ലെങ്ത് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് എത്തിക്കിട്ടാനും കുറച്ച് ടൈം എടുക്കുന്നതുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അതായിരിക്കും നിങ്ങൾക്കും സൗകര്യം. ആ വീഡിയോ ഇത്തിരി ലെങ്ത് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാം കൂടി ഒരുമിച്ചാകുമ്പോൾ നിങ്ങൾ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആവും. ഓക്കെ, നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിൽ എലമെൻറ്റ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ട് ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇടാം. ഓക്കെ.